സയൻസ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ന്യൂട്രീഷൻ ഹ്യൂമൻ ബീയിങ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വി ആർ ഓൾറെഡി ഡിസ്കസ്ഡ് ദി ടൈപ്പ് ഓഫ് ന്യൂട്രീഷൻ ഹ്യൂമൻ ബീയിങ്സ്. ഇതിൽ ദ ടൈപ്പ് ഓഫ് ന്യൂട്രീഷൻ ഹ്യൂമൻ ബീയിങ്സ് ഈസ് ഹോളോസോയിക്. നമ്മൾ പഠിച്ചു ഹോളോസോയിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ഇൻജസ്റ്റഡ്, ഡൈജസ്റ്റഡ്, അസിമിലേറ്റഡ് ആൻഡ് എക്സ്ക്രീറ്റഡ്. ഇത്രയും പ്രോസസ്സ് ഇതിൽ നടക്കുന്നുണ്ട്. ഹ്യൂമൻ അലിമെൻ്ററി കനാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ കോംപ്ലെക്സ് സിസ്റ്റം ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് starting from the mouth and it ends in anus. It's a tube-like structure and inside it's a mucus layer. ഉള്ളിൽ ഏറ്റവും ഉള്ളിലായിട്ട് ഒരു ലെയർ ഉണ്ട്, that is called as mucus layer. ഇനി നമുക്ക് ഡൈജസ്റ്റീവ് പ്രോസസ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിലെ ഡൈജഷൻ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം മൗത്ത് ആൻഡ് എൻഡ്സ് ഇൻ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ. സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ വെച്ച് കംപ്ലീറ്റ് ആയിട്ട് ഡൈജഷൻ നമ്മുടെ കംപ്ലീറ്റ് ആവുന്നു. ഇതിൽ ആദ്യത്തെ നമ്മൾ ഇൻ ദ മൗത്ത്, ഡൈജഷൻ ഇൻ ദ മൗത്ത് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ് ഫ്രം ദ മൗത്ത് ഈ ഡൈജസ്റ്റീവ് പ്രോസസ്സ് എന്ന് പറയുന്നത് രണ്ട് സ്റ്റെപ്പായിട്ടാണ് നടക്കുക. ഒന്ന് മെക്കാനിക്കൽ ഡൈജഷൻ ആൻഡ് കെമിക്കൽ ഡൈജഷൻ. മെക്കാനിക്കൽ ഡൈജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോംപ്ലെക്സ് ഫുഡ് മെറ്റീരിയൽസിനെ നമ്മൾ എന്താക്കി മാറ്റുന്നു, സിംപ്ലർ ഫോംസ് ആക്കി മാറ്റുക എന്നുള്ളതാണ് മെക്കാനിക്കൽ ഡൈജഷൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പം നമ്മൾ ആദ്യം തന്നെ മൗത്തിൽ നമ്മൾ ഫുഡ് നമ്മൾ ഇൻജസ്റ്റ് ചെയ്യുമ്പോൾ കോംപ്ലെക്സ് ആയിട്ടുള്ള ഫുഡ് മെറ്റീരിയൽസിനെ സ്മോൾ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് ബ്രേക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള പ്രോസസ്സാണ് മെക്കാനിക്കൽ ഡൈജഷൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ മൗത്തിൽ ടീത്ത്, ടങ് ഇതൊക്കെ കാണാം. ടീത്ത് നിങ്ങൾക്കറിയാം, ദർ ആർ 4 types of teeth in humans, that is incisors, canines, premolars and molars. ഇതിൽ ഓരോന്നിനും ഓരോ ഫംഗ്ഷനാണ്. ഇൻസിസേഴ്സ് ആർ കട്ടിംഗ് ടീത്ത്, canines കൂടുതലായിട്ട് പ്രൊമിനൻ്റ് ആയിട്ട് കാണുന്ന കാർണിവോഴ്സിലാണ്. ദർ ആർ ടിയറിംഗ് ടീത്ത്, ദെൻ പ്രിമോളാർസ് ആൻഡ് മോളാർസ് ആർ ഗ്രൈൻഡിങ് ടീത്ത്. അങ്ങനെ ഫുഡ് നമ്മൾ കഴിക്കുന്ന ഫുഡിനെ ഒരു ചെറിയ ചെറിയ ഫ്രാഗ്മെൻറ്റ്സ് ആക്കിയിട്ട് മാറ്റാനായിട്ട് അല്ലെങ്കിൽ മെക്കാനിക്കൽ ഡൈജഷൻ ഹെൽപ്പ് ചെയ്യുന്നത് ടീത്തും ടങ്ങും ഒക്കെ കൂടിയാണ്. പിന്നെ നമ്മുടെ എൻറ്റയർ എലിമെൻ്ററി കനാലിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞു മ്യൂക്കസ് ലെയർ കാണാം. ഈ മ്യൂക്കസ് ലെയർ സെപ്പറേറ്റ് ചെയ്യുന്ന മ്യൂക്കസ് ആണ് ലൂബ്രിക്കേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാണ്. ഈ ഫുഡിനെ ഒരു ബോൾ രൂപത്തിലാക്കി അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡ് രൂപത്തിൽ വഴുവഴുപ്പുള്ള രൂപത്തിലാക്കിയിട്ട് ഫ്ലൂയിഡ് നേച്ചറിലേക്കാക്കിയിട്ട് മാറ്റുന്നു. ആൻഡ് അപ്പോൾ നമ്മൾ മൗത്തിൽ കാണുന്ന ഫുഡിനെ നമ്മൾ പറയുന്ന പേരാണ് ബോൾസ്. അപ്പോൾ ഇനി നമുക്ക് കെമിക്കൽ ഡൈജഷൻ്റെ ഭാഗമായിട്ടാണ് പറയേണ്ടത് എന്തൊക്കെയാണ് മൗത്തിൽ നടക്കുന്ന ഡൈജഷൻ. മൗത്തിൽ നമുക്കറിയാം salivary glands കാണുന്നു. മെയിൻ ഗ്ലാൻഡ് ഇൻവോൾവ് ഇൻ ദ മൗത്ത് ഈസ് ഇൻ ഡൈജഷൻ ഇൻ മൗത്ത് ഈസ് salivary glands. There are 3 pairs of salivary glands in mouth. They are parotid gland, submaxillary or sublingual glands എന്ന് പറയും. parotid gland നമുക്ക് ഈ ഇയറിൻ്റെ ഈ ഭാഗത്തായിട്ട് നമ്മുടെ 2 ചീക്കിൻ്റെ ഈ സൈഡിലായിട്ട് കാണുന്നതാണ് parotid gland. then submaxillary or submandibular എന്ന് പറയും, which is seen in the lower jaw, and sublingual which is seen in under the tongue. ടങ്ങിന് താഴെയായിട്ട് കാണാം. ഇതിൻ്റെ സെക്രീഷൻസിനെ മുഴുവനായിട്ട് നമ്മൾ പറയുന്ന പേരാണ് സലൈവ. സലൈവയിൽ നമുക്ക് സലൈവ ഈ നമ്മൾ കഴിക്കുന്ന ഫുഡിനെ ലുബ്രിക്കേറ്റ് ചെയ്യുന്നു. ആൻഡ് സലൈവ കണ്ടെയ്ൻസ് ഓൺലി കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ മാത്രമാണ് നമുക്ക് ഇവിടെ കാണുന്ന മൗത്തിൽ കാണുന്നത്. അപ്പോൾ നോ ഫാറ്റ് ഓർ പ്രോട്ടീൻ ഡൈജഷൻ ഇൻ ദ മൗത്ത്, ഓൺലി കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ ഇൻ ദ മൗത്ത്. അപ്പോൾ സലൈവ കണ്ടെയ്ൻസ് എ കാർബോഹൈഡ്രേറ്റ് സ്പ്ലിറ്റിംഗ് എൻസൈം കോൾഡ് ആസ് സലൈവറി അമിലേസ്. പിന്നെ സലൈവയിലുള്ളത് നമ്മൾ പറയാം മൗത്തിൽ നമുക്ക് പിന്നെ സലൈവയിൽ വരുന്നത് മ്യൂക്കസുമാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആ സലൈവയിലുള്ളത്. അപ്പോൾ ഈ സലൈവറി അമിലേസ് എന്ന് പറയുന്നത്, അമിലേസ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ സഫിക്സ് ASC ചേർത്തിട്ടാണ് എൻസൈംസിനെ നമ്മൾ പേര് കൊടുക്കുന്നത്. അപ്പം അമൈലോസിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈമാണ് അമിലേസ്. സോ സലൈവറി അമിലേസ് കൺവേർട്ട് അമൈലോസ് എന്ന് വെച്ചാൽ സ്റ്റാർച്ചിനെ എന്താക്കി മാറ്റുന്നു. ഫുൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡൈജഷൻ നടക്കില്ല, പക്ഷേ അതിൻ്റെ സെക്കൻഡ് പൊസിഷനിലുള്ള ഒരു മാൾട്ടോസ് രൂപത്തിൽ അല്ലെങ്കിൽ ഡൈസാക്രൈഡുകളുടെ രൂപത്തിലാക്കി മാറ്റുന്നു. അപ്പോൾ മൗത്തിൽ നടക്കുന്ന ഡൈജഷൻ എന്ന് പറയുന്നത് മെയിൻലി കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ. കാർബോഹൈഡ്രേറ്റ് ഡൈജഷനിൽ കാർബോഹൈഡ്രേറ്റിനെ അല്ലെങ്കിൽ സ്റ്റാർച്ചിനെ സലൈവറി അമിലേസ് മാൾട്ടോസ് ആക്കി മാറ്റും. ഇറ്റ്സ് എ ഡൈസാക്രൈഡ്. ഇനി നമുക്ക് മൗത്തിൽ നമ്മുടെ ഡൈജഷൻ കഴിഞ്ഞു. അടുത്തതായിട്ടുള്ള ഭാഗം നെക്സ്റ്റ് എലിമെൻ്ററി കനാലിൻ്റെ ഭാഗമാണ് ഈസോഫേഗസ്. ഈസോഫേഗസ്
ഈസോഫേഗസിലെ പ്രത്യേകിച്ച് ഒരു ഡൈജഷൻ ഒന്നും നടക്കില്ല. Esophagus, in the esophagus we can see certain muscles, and these muscles contract rhythmically to push the food from the mouth to the stomach. Adana esophagus le ee movement, the movement in the esophagus muscle, esophageal muscles are called as peristalsis. ഈ പെരിസ്റ്റോൾട്ടിക് മൂവ്മെന്റ് വഴിയാണ് മൗത്തിൽ നിന്നുള്ള ഫുഡ് നമുക്ക് സ്റ്റൊമക്കിലേക്ക് എത്തുന്നത്. ഓക്കെ, നെക്സ്റ്റ് പാർട്ട്, നെക്സ്റ്റ് ഡൈജസ്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് വരുന്നത് സ്റ്റൊമക്കിലാണ്. അപ്പോൾ സ്റ്റൊമക്കിൽ നമുക്കറിയാം മെക്കാനിക്കൽ ഡൈജഷൻ അവിടെ നടക്കുന്നുണ്ട്. ഗ്യാസ്ട്രിക് മസിൽസ് ചേൺസ് ദ ഫുഡ്, പിന്നെ കുറച്ച് ഗ്രൈൻഡ് ചെയ്യാനുള്ള ഒരു ആക്ഷൻ അവിടെ ഗ്യാസ്ട്രിക് മസിൽസിനുണ്ട്. മെക്കാനിക്കൽ ഡൈജഷൻ അവിടെ കംപ്ലീറ്റ് ആവുന്നു. അവിടെ നടക്കുന്ന ഗ്യാസ്ട്രിക് ജ്യൂസ്, ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് കാണാം സ്റ്റൊമക്കിൽ. ദീസ് ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് സെക്രീറ്റ് ഗ്യാസ്ട്രിക് ജ്യൂസ്. ഗ്യാസ്ട്രിക് ജ്യൂസിൽ മെയിനായിട്ട് കാണുന്ന എൻസൈമുകളാണ് പെപ്സിനോജൻ, HCl ആൻഡ് മ്യൂക്കസ്. ഇതിൽ എൻസൈം എന്ന് പറയുന്നത് പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം പെപ്സിനോജൻ. ഓൺലി പ്രോട്ടീൻ ഡൈജഷൻ സീൻ ഇൻ സ്റ്റൊമക്ക്. വളരെ നെഗ്ലിജിബിൾ ആയിട്ട് ഫാറ്റിൻ്റെ ഒരു ഡൈജഷനും കൂടെ ഉണ്ട്, എന്നാലും കൂടുതലായിട്ട് കാണുന്നത് നമുക്ക് പ്രോട്ടീൻ ഡൈജഷൻ തന്നെയാണ്. അപ്പോൾ ഇതിൽ പെപ്സിനോജൻ എന്ന് പറയുന്ന എൻസൈമാണ് മെയിൻ ആക്ഷൻ നടക്കുന്നത്. നമുക്കറിയാം ഓൾ പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈംസ് ആർ സീൻ ഇൻ ഇനാക്റ്റീവ് ഫോം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ തന്നെ ബോഡി ടിഷ്യൂസിനെ അത് ഡൈജസ്റ്റ് ചെയ്യാനുള്ള, നമുക്ക് ഫുഡ് ഇല്ലാത്തൊരു കണ്ടീഷനിൽ നമ്മുടെ സെൽസിനെ അത് ഡാമേജ്ഡ് ആവും. അതിന് വേണ്ടിയിട്ട് അതല്ലാതെ വരുത്താൻ വേണ്ടിയിട്ട് ഈ പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈംസ് ആർ സീൻ ഇൻ ആൻ ഇനാക്റ്റീവ് ഫോം. പ്രോ എൻസൈമുകളുടെ രൂപത്തിൽ ആണ് ഈ എൻസൈമുകൾ ഇനാക്റ്റീവ് ഫോമിൽ കാണാം. അപ്പോൾ പെപ്സിനോജൻ എന്ന് പറയുന്ന എൻസൈം ദാറ്റ് ഈസ് ആൻ ഇനാക്റ്റീവ് ഫോം. സോ ഈ നമ്മൾ കഴിക്കുന്ന നമുക്ക് കുറച്ച് അസിഡിക് നേച്ചറിൽ മാത്രമാണ് ഈ പെപ്സിനോജൻ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ആസിഡ് നമ്മുടെ സ്റ്റൊമക്കിൽ കാണാം, HCl. HCl ആണ് പെപ്സിനോജനെ ആക്റ്റീവ് പെപ്സിനാക്കിയിട്ട് മാറ്റുന്നത്. ആൻഡ് മെയിൻ റോൾ എന്ന് പറഞ്ഞാൽ there are 3 roles for HCl. One is it convert inactive pepsinogen into active pepsin. Then it creates an acidic medium and it kills some bacteria which are reaching our stomach through the food. അങ്ങനെ 3 റോള് നമുക്ക് HCl-നുണ്ട്. അപ്പോൾ ഈ HCl ആണ് ഇനാക്റ്റീവ് പെപ്സിനോജനെ ആക്റ്റീവ് പെപ്സിനായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇനി ഈ എന്താണ് പ്രോട്ടീൻ ഡൈജഷൻ ആണ് സ്റ്റൊമക്കിൽ നടക്കുക എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ പ്രോട്ടീനുകളെ കംപ്ലീറ്റ് ഡൈജഷൻ അപ്പോഴും നടക്കില്ല. പ്രോട്ടീനുകളുടെ ഒരു പ്രോട്ടിയേസസ് അല്ലെങ്കിൽ പെപ്റ്റോണുകളാക്കി മാറ്റുകയാണ് പെപ്സിൻ ചെയ്യുന്നത്. സോ പെപ്സിൻ കൺവേർട്ട് പ്രോട്ടീൻസ് ഇൻ ടു പ്രോട്ടിയേസസ് ആൻഡ് പെപ്റ്റോൺസ് ആക്കിയിട്ട് മാറ്റും. ഇനി നമുക്ക് ഈ ഈസോഫേഗസിൽ നിന്ന് സ്റ്റൊമക്കിലേക്ക് ഫുഡ് വരുമ്പോൾ അവിടെ കൺട്രോൾ ചെയ്യാനുള്ള സ്പിൻറ്റേഴ്സ് ഒക്കെ ഉണ്ട്. ഈസോഫേഗിയൽ സ്പിൻറ്റർ ഉണ്ട്, ഗ്യാസ്ട്രോ ഈസോഫേഗിയൽ സ്പിൻറ്റർ എന്ന് പറയും. ഇതുപോലെ തന്നെ നമ്മുടെ സ്റ്റൊമക്കിൽ നിന്ന് ഇൻറ്റെസ്റ്റൈനിലേക്ക് പോകുമ്പോൾ അവിടെയും നമുക്ക് സ്പിൻറ്റേഴ്സ് കാണാം. സ്പിൻറ്റേഴ്സ് റെഗുലേറ്റ് ദി ഫുഡ് ഫോർ റീച്ചിങ് ദി സ്റ്റൊമക്കിൽ നിന്ന് ഈ എവിടേക്കാണെങ്കിലും ഓരോ എലിമെൻ്ററി കനാലിൻ്റെ ഓരോ സിസ്റ്റത്തിൽ നിന്നും സ്റ്റൊമക്കിൽ നിന്ന് ഇൻറ്റെസ്റ്റൈനിലേക്ക് പോകുമ്പോഴും ഈസോഫേഗസിൽ നിന്ന് സ്റ്റൊമക്കിലേക്ക് പോകുമ്പോഴും ദർ ആർ വാൽവ്സ് ലൈക്ക് സ്ട്രക്ചേഴ്സ് കോൾഡ് സ്പിൻറ്റേഴ്സ് ഉണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ഭാഗം എന്ന് പറയുന്നത്, അപ്പോൾ മൗത്തിൽ ഡൈജഷനും കംപ്ലീറ്റ് ആയി, ദെൻ സ്റ്റൊമക്കിലെ ഡൈജഷനും നമുക്ക് കംപ്ലീറ്റ് ആയി. ഇനി ഇത് സ്റ്റൊമക്കിൽ നമുക്ക് പ്രോട്ടീൻ ഡൈജഷൻ മാത്രമാണ് നടക്കാന്നുള്ളൂ. ഇനി ഇൻഫൻസിൽ ഒരു എൻസൈം കൂടെ അവിടെ കാണാം, മിൽക്കിൻ്റെ ഡൈജഷൻ. ചെറിയ ഇൻഫൻസിൽ നമുക്ക് റെനിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം കൂടെ ഉണ്ട്. അത് മിൽക്ക് പ്രോട്ടീനുകളെ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് അഡൾട്ട് ഹ്യൂമൻ ബീങ്സിൽ നമുക്കത് കാണുന്നില്ല, സ്മോൾ ഇൻഫൻസിലാണ് അത് കൂടുതലായിട്ട് കാണുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻറ്റെസ്റ്റൈനിലുള്ള ഡൈജഷനാണ്. ഡൈജഷൻ ഇൻ ദി ഇൻറ്റെസ്റ്റൈൻ. ഇൻറ്റെസ്റ്റൈനിൽ നമുക്കറിയാം ദർ ആർ 3 parts ഫോർ ഇൻറ്റെസ്റ്റൈനിൽ. ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ഫസ്റ്റ് പാർട്ട് ഈസ് ഡ്യോഡിനം, ജിജിനം ആൻഡ് ഇലിയം. ഇങ്ങനെ 3 പാർട്ടുണ്ട് ഇൻറ്റെസ്റ്റൈനിൽ. ഇതിൽ ആദ്യത്തെ ഭാഗം ഒരു C ഷേപ്ഡ് പാർട്ടായിട്ട് വരും. സ്റ്റൊമക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വരുന്ന ഭാഗം അവിടെയാണ് ഡിയോഡിൻ എന്ന് പറയുന്ന ഭാഗം. അവിടെ നമുക്ക് 2 ഗ്ലാൻഡ്, മെയിൻ ഗ്ലാൻഡ്സ് ഓപ്പൺ ആവുന്നു. One is pancreas and the other is the largest gland in our body, that is called as liver.
ഇങ്ങനെ രണ്ട് ഗ്ലാൻഡിൻ്റെ സെക്രീഷൻസ് ഡ്യൂഡിനൽ ഭാഗത്ത് നമുക്ക് എത്തുന്നുണ്ട്. ഈ പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്ലാൻഡ് ഇറ്റ് ഈസ് ബോത്ത് എക്സോക്രൈൻ ആൻഡ് എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്. നമുക്കറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിന് ഒരു ഡ്യുവൽ പർപ്പസ് ഉണ്ട്. എക്സോക്രൈൻ ഗ്ലാൻഡാണ്, അതായത് ഡൈജസ്റ്റീവ് റോളിലും ഉണ്ട്, അതുപോലെ തന്നെ എൻഡോക്രൈൻ ഫംഗ്ഷനുള്ള ഗ്ലാൻഡാണ്. നമ്മൾ ഡയബറ്റിക് ആൾക്കാരിലൊക്കെ കേട്ടിട്ടുണ്ടാവും ഇൻസുലിൻ, ഗ്ലൂക്കോൺ എന്ന് പറയുന്ന ഹോർമോണുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അത് എൻഡോക്രൈൻ ഫംഗ്ഷൻ ഉണ്ട്. എക്സോക്രൈൻ ഫംഗ്ഷനാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. എക്സോക്രൈൻ ഫംഗ്ഷനിൽ നമുക്കറിയാം പാൻക്രിയാറ്റിക് ജ്യൂസിൽ നമുക്ക് 3 എൻസൈമുകൾ മെയിനായിട്ട് പ്രോട്ടീനും ഫാറ്റും കാർബോഹൈഡ്രേറ്റും ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈമുകൾ നമുക്ക് പാൻക്രിയാറ്റിക് ജ്യൂസിൽ കാണുന്നുണ്ട്. ഇതിൽ പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം എന്ന് പറയുന്ന ട്രിപ്സിനോജൻ, നമ്മൾ നേരത്തെ പറഞ്ഞു പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈമുകളൊക്കെ ഇനാക്റ്റീവ് ഫോമിലാണ് കാണുന്നതെന്ന് പറഞ്ഞു. പെപ്സിനോജൻ പറഞ്ഞ പോലെ തന്നെ ട്രിപ്സിനോജൻ എന്ന് പറയുന്ന രൂപത്തിലാണ് കാണുന്നത്. പിന്നെയും കുറച്ച് എൻസൈമുകളുണ്ട്, നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. കൈമോട്രിപ്സിനോജൻ, പ്രോ കാർബോക്സി പെപ്റ്റിഡേസസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് എൻസൈമുകളും കൂടെ പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് ഉണ്ട്. പിന്നെ പാൻക്രിയാറ്റിക് ജ്യൂസിൽ കാണുന്ന കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റിംഗ് എൻസൈമാണ് പാൻക്രിയാറ്റിക് അമിലേസ്, പിന്നെ പാൻക്രിയാറ്റിക് ലിപ്പേസ്. ഇങ്ങനെ 3 എൻസൈമുകൾ നമുക്ക് പാൻക്രിയാറ്റിക് ജ്യൂസിൽ കാണാം. ഇതിൽ ട്രിപ്സിനോജൻ എന്ന് പറയുന്ന ഇനാക്റ്റീവ് ഫോമിനെ ആക്റ്റീവ് ഫോമിലേക്ക് ആക്കി മാറ്റുന്നത് എൻഡ്രോകൈനേസ് എന്ന് പറയുന്ന ഒരു എൻസൈമാണ്. അപ്പോൾ ട്രിപ്സിനോജൻ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ആക്റ്റീവ് ട്രിപ്സിൻ ബൈ എൻഡ്രോകൈനേസ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഈ കാർബോക്സി പെപ്റ്റിഡേസസും കൈമോട്രിപ്സിനോജനൊക്കെ ഉണ്ടെന്ന്. ട്രിപ്സിൻ ആണ് ഇതിനെ പിന്നീട് ആക്റ്റീവ് ഫോമിലേക്ക് ആക്കി മാറ്റുന്നത്. അപ്പോൾ ഇതിൽ ട്രിപ്സിനോജന്റെ റോൾ എന്താണ്? ട്രിപ്സിനോജൻ കൺവേർട്ട് ചെയ്യുന്നത് എൻഡ്രോകൈനേസ് ട്രിപ്സിനാക്കി മാറ്റുന്നു. ഈ ട്രിപ്സിൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ സ്റ്റൊമക്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഡൈജഷൻ നടന്നില്ല, പ്രോട്ടീനുകൾ, പെപ്റ്റോണുകൾ അല്ലെങ്കിൽ പെപ്റ്റൈഡുകളുടെ രൂപത്തിൽ എത്തിയിട്ടുള്ളൂ. ഇതിനെ കൺവേർട്ട് ചെയ്ത് ഡൈപെപ്റ്റൈഡുകളാക്കി മാറ്റുകയാണ് ഈ ട്രിപ്സിൻ ചെയ്യുന്നത്. ഇറ്റ് കൺവേർട്ട് പ്രോട്ടീസസ് ഇൻ ടു ഡൈപെപ്റ്റൈഡ് ഫോം. പിന്നെ കാണുന്നത് പാൻക്രിയാറ്റിക് അമിലേസ്. അമിലേസ് നമ്മൾ മൗത്തിൽ പറഞ്ഞ പോലെ തന്നെ സ്റ്റാർച്ചിനെ എന്താക്കി മാറ്റുന്നു? ഡൈസാക്രൈഡുകളുടെ രൂപത്തിലാക്കി മാറ്റുന്നു. അവിടെയും കംപ്ലീറ്റ് ആയിട്ട് ഡൈജഷൻ നടക്കുന്നില്ല. ഡൈസാക്രൈഡ്സ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് മാൾട്ടോസ്, സുക്രോസ്, ലാക്ടോസ്, ഇങ്ങനെ 3 ഡൈസാക്രൈഡ്സ് ആണുള്ളത്. ഇങ്ങനെയാക്കി ഇത് മാറ്റുന്നു. പിന്നെ പാൻക്രിയാറ്റിക് ലിപ്പേസ്. ലിപ്പേസ് എന്താ ചെയ്യുക? ഫാറ്റിനെ ഡൈഗ്ലിസറൈഡുകളും മോണോഗ്ലിസറൈഡുകളും ഒക്കെ ആക്കിയിട്ട് മാറ്റും. അപ്പോൾ പാൻക്രിയാറ്റിക് ജ്യൂസിൻ്റെ റോൾ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ മെയിനായിട്ട്. അപ്പോൾ അവിടെ പാൻക്രിയാറ്റിക് ജ്യൂസിൽ നിന്ന് നമുക്ക് കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ നടക്കുന്നുണ്ട്, ഫാറ്റ് ഡൈജഷൻ ആസ് വെൽ ആസ് പ്രോട്ടീൻ ഡൈജഷൻ. ഇനി നമുക്ക് ആ ഡിയോഡിനൽ റീജിയണിൽ വരുന്ന ഒരു, ഞാൻ പറഞ്ഞു ലിവറിൽ നിന്നുള്ള സെക്രീഷനും കൂടെ അവിടെ ഹെപ്പാറ്റിക് ഡക്റ്റ് വഴി, ഹെപ്പാറ്റോ പാൻക്രിയാറ്റിക് ഡക്റ്റ് വഴിയാണ് അവിടെ എത്തുക. ആ ജ്യൂസ് ദാറ്റ് ഈസ് കോൾഡ് ലിവറിൻ്റെ സെക്രീഷനെ നമ്മൾ ബൈൽ എന്ന് പറയും. ബൈലൊരു ആൽക്കലൈൻ, ഇറ്റ് ഈസ് എൻ ആൽക്കലൈൻ ജ്യൂസ്. ഇറ്റ് ഈസ് എ ഗ്രീനിഷ് ഫ്ലൂയിഡ്. ഒരു 1 ലിറ്ററോളം നമ്മുടെ ഹ്യൂമൻ ബീങ്സിൽ പെർ ഡേ ബൈൽ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ബൈൽ ഹാസ് നോ എൻസൈംസ്. നമുക്ക് ഡൈജസ്റ്റീവ് റോൾ എന്ന് പറയുന്ന ബൈലിൻ്റെ നെഗ്ലിജിബിൾ ആയിട്ടാണ്. അത് ഒരിക്കലും എൻസൈംസ് ഒന്നും കാണുന്നില്ല അതിൽ. ഇൻസ്റ്റെഡ് ബൈൽ കണ്ടെയ്ൻസ് ബൈൽ പിഗ്മെന്റ്സ് ആൻഡ് ബൈൽ സോൾട്സ്. ബൈൽ പിഗ്മെന്റ്സ് നമുക്ക് കേട്ടിട്ടുണ്ടാവും. ബിലിറൂബിൻ ആൻഡ് ബിലിവേർഡിൻ എന്ന് പറയുന്ന 2 പിഗ്മെന്റ് ഉണ്ട്. ബിലിവേർഡിൻ ഈസ് എ ഗ്രീനിഷ് പിഗ്മെന്റ് ആൻഡ് ദാറ്റ് ഇസ് സീൻ ഇൻ ബേർഡ്സ്, അങ്ങനെയുള്ള ജീവികളിലൊക്കെ കാണാം. ബിലിറൂബിൻ ദാറ്റ് ഇസ് ദ ചീഫ് പിഗ്മെന്റ് ഇൻ ഹ്യൂമൻ ബീങ്സ്. ബിലിറൂബിൻ അതൊരു റെഡിഷ് യെല്ലോയിഷ് റെഡ് ആയിട്ടുള്ള ഒരു പിഗ്മെന്റ് ആണ്. പിന്നെ ബൈൽ സോൾട്സ് ആണ്. ഈ ബൈൽ സോൾട്സിന്റെ റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബൈൽ സോൾട്സ് ഈ എമൾസിഫിക്കേഷൻ ഓഫ് ഫാറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നു. എമൾസിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാറ്റിനെ ടൈനി ഡ്രോപ്ലെറ്റുകളാക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുക. ദാറ്റ് ഈസ് കോൾഡ് ആസ് എമൾസിഫിക്കേഷൻ. അപ്പോൾ ബൈലിൻ്റെ റോളും അവിടെ നമുക്ക് ഡിയോഡിനൽ റീജിയനിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് പാർട്ടായിട്ടുള്ള കംപ്ലീറ്റ് ഡൈജഷൻ നടക്കുന്ന ഭാഗമാണ് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ലാസ്റ്റ് പാർട്ടായിട്ടുള്ള ഇലിയം. ഇലിയത്തിൽ ആണ് ബാക്കി കംപ്ലീറ്റ് ഡൈജഷൻ നടക്കുക. ദാറ്റ് ഈസ് ദ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ്. ഇൻറ്റസ്റ്റൈനിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ് സെക്രീറ്റ് ചെയ്യും. ഇറ്റ് ഈസ് അഗെയിൻ കോൾഡ് സക്കസ് എൻട്രിക്കസ് എന്ന് പറയും.
ആൻഡ് ഇൻറ്റസ്റ്റൈനൽ ജ്യൂസ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഡീപ്പായിട്ട് പഠിക്കാനില്ല. ഇതിലും ഇൻറ്റസ്റ്റൈനൽ ലിപ്പേസ്, അമിലേസസ്, പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈമുകളൊക്കെ ഉണ്ട്, ഡൈസാക്രൈഡേസസ് ഇതെല്ലാം ഉണ്ട്. ഇത് ഫൈനലായിട്ട് ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട് നമ്മുടെ കംപ്ലീറ്റ് ഡൈജഷൻ നടക്കുന്നു, ആസ് വെൽ ആസ് ദി അസിമിലേഷൻ ഓഫ് ദി ഡൈജസ്റ്റഡ് ഫുഡ് മെറ്റീരിയൽസ്. അപ്പോൾ കംപ്ലീറ്റ് ഡൈജഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓൾറെഡി വി ആർ ഡിസ്കസ്ഡ് ദാറ്റ് ഈസ് ദർ ആർ 3 മെയിൻ സബ്സ്ട്രേറ്റ്സ് ദാറ്റ് ആർ കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്സ് ആൻഡ് പ്രോട്ടീൻസ്. ഇതാണ് മെയിൻ ആയിട്ടുള്ള സബ്സ്ട്രേറ്റ് നമ്മൾ പറഞ്ഞത്. ഇതിൻ്റെ കംപ്ലീറ്റ് ഡൈജഷൻ്റെ രൂപത്തിലെത്തുമ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് മോണോസാക്രൈഡ്സ് ആയിട്ട് മാറുന്നു, fat converted into fatty acids and glycerol, protein is converted into amino acid. ഇങ്ങനെ 3 രൂപത്തിൽ അതിൻ്റെ ഏറ്റവും സിംപ്ലർ ഫോമിലേക്ക് എത്തുന്നതാണ് ഫൈനൽ ഡൈജഷൻ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ. ദാറ്റ് ഓക്കേഴ്സ് ഇൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഇൻറ്റസ്റ്റൈൻ ആണ് ഇറ്റ് ഈസ് ദ ലോങ്സ്റ്റ് പാർട്ട് ഓഫ് ദി അലിമെൻ്ററി കനാൽ. ഇതിൽ നമുക്കറിയാം ഹെർബിവോഴ്സിലാണെങ്കിൽ കുറച്ച് ലെങ്തി ആയിരിക്കും ഇൻറ്റസ്റ്റൈനൽ ഭാഗം വെൻ കമ്പയർഡ് ടു കാർണിവോഴ്സ്. കൂടുതലാണ് ഹെർബിവോഴ്സിൽ, കുറച്ച് ലെങ്തിയാണ്. ഇനി ഇലിയം റീജിയനിലാണ് കംപ്ലീറ്റ് ആയിട്ട് ഡൈജഷൻ നടക്കുന്നതും അസിമിലേഷൻ നടക്കുന്നതും. അപ്പോൾ ഈ ഫൈനൽ പ്രോഡക്ട്സ് ആർ അബ്സോർബ്ഡ് ഇൻ ടു ദി സ്മോൾ ഇൻറ്റസ്റ്റൈനൽ ഏരിയയിലേക്ക് അബ്സോർബ് ചെയ്യുന്നു, ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യുന്നു. ആൻഡ് വി ക്യാൻ സീ ദർ ആർ ടൈനി ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സ് കോൾഡ് ആസ് വില്ലൈ. വില്ലൈ പറയും, സ്മോൾ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആണ് വില്ലൈ. വില്ലയുടെ റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇൻക്രീസസ് ദ ഏരിയ ഓഫ് അബ്സോർപ്ഷൻ. അബ്സോർപ്റ്റീവ് ഏരിയ കൂട്ടുക എന്നുള്ളതാണ് വില്ലയുടെ റോള്. ഈ വില്ലയിൽ നമുക്ക് ബ്ലഡ് വെസൽസും ലാക്ടിയൽസ് അല്ലെങ്കിൽ ലിംഫ് വെസൽസും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഫാറ്റിനെ അബ്സോർബ് ചെയ്യുന്നത് ഈ ലാക്ടിയേഴ്സ് എന്ന് പറയുന്ന ലിംഫ് വെസൽസിലൂടെയും മറ്റ് സബ്സ്റ്റൻസ് അതായത് മോണോസാക്രൈഡുകളും ദെൻ അമിനോ ആസിഡുകളും ഡയറക്റ്റ്ലി ബ്ലഡിലേക്കും അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡൈജഷൻ ഒക്കേഴ്സ് ഇൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആൻഡ് ഇറ്റ് ഈസ് അസിമിലേറ്റഡ്. ഈ ഡൈജസ്റ്റ് ചെയ്തിട്ട് അസിമിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എനർജി നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ ഡൈജഷൻ കംപ്ലീറ്റ് ആവുകയാണ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഹ്യൂമൻ ന്യൂട്രീഷൻ അല്ലെങ്കിൽ ഡൈജഷൻ നമുക്കിവിടെ കംപ്ലീറ്റ് ആയി. ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് we are going to discuss the respiration എന്ന് പറയുന്ന പ്രോസസ്സ് നമുക്ക് എടുക്കാം.